ഇതിനകത്ത് അവരൊരു നമ്പർ എഴുതി തരും ഗൈസ്. ഈ നമ്പർ വെച്ച് വേണം നമ്മൾ ഈ പെട്ടിനെ തിരിച്ചെടുക്കാൻ വേണ്ടി. ഗൈസ് നമ്മൾ ബാഗ് വെച്ച് ക്ലോക്ക് റൂമിൽ വെച്ചിട്ട് ഇറങ്ങാൻ വേണ്ടി പോകുന്നു ഗൈസ്. എക്സിറ്റ് തിരക്കി നടക്കുന്നു. ഈ റെയിൽവേ സ്റ്റേഷൻ വളരെ വലുതാണ്. നടക്കുന്ന ഗൈസ് നമ്മൾ മെട്രോയിലോട്ട്. കുറേ ഉണ്ട് നടക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന്. മൈ ഗോഡ്. धागे तोड़ लाओ चांदनी से नूर के, घूंघट ही बना लो रोशनी से नूर के। धागे तोड़ लाओ चांदनी से नूर के, घूंघट ही बना लो रोशनी से नूर के। शर्मा गई तो 60. Oh my God. रहे मेरी सांसें, बोल न हल्के हल्के, बोल न हल्के हल्के, होंठ से हल्के हल्के, बोल न हल्के, बोल न हल्के हल्के, बोल न हल्के हल्के, होंठ से हल्के हल्के, बोल न हल्के। ഗൈസ് നമ്മളിപ്പോൾ ഇന്ന് ഹുമയൂൺ ടോംബിലാണ് നിൽക്കുന്നത്. സൂപ്പർ സ്ഥലം, ഒരു വിൻറ്റേജ് വൈബൊക്കെ ഉള്ളൊരു സ്ഥലം കണ്ടോ ഗൈസ്. ഇവിടെ ഒരു എസ്തറ്റിക് ലുക്കൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഈ ജയിലും എല്ലായിരുന്നു എന്തോ മനസ്സിലാവുന്നില്ല ഒന്നും. കഥകളൊക്കെ മനസ്സിലാക്കാനുണ്ട്. 2 മൈന കണ്ടു, കാണിച്ചു തരാം. 2 മൈന കണ്ടോ ഗൈസ്. ലുക്ക്, ഇതെന്ത് നമ്മൾ കയറി വരുന്നതിൻ്റെ സൈഡിൽ തന്നെയാണ് ഇതും കാണുന്നത്. വാവ് ഗൈസ്, ഇത് കുറേ ഉണ്ട് നടക്കാൻ വേണ്ടി. എനിക്ക് തോന്നുന്നു ഈ ടോംബിനെ ഇങ്ങനെ വലയം ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു ഇത് മുഴുവൻ കെട്ടിയിരിക്കുന്നത്. കൊള്ളാം. ഒരു വൈറ്റ് കളർ ചുരിദാറൊക്കെ ഇട്ട് വരണം, എന്നിട്ടിങ്ങനെ നൈസായിട്ട് അങ്ങോട്ട് വരണം ഇങ്ങോട്ട് വരണം. ഇത് പ്രതീക്ഷിക്കാതെ വന്നതാണല്ലോ, അതുകൊണ്ട് കൂട്ടിന് ആരുമില്ലാത്തതുകൊണ്ട് ട്രൈപ്പോഡും കയറ്റി വിട്ടില്ല. ഒരു ഫീസ്, അകത്തോട്ട് കയറുന്ന എൻട്രി ഫീസ് ഒരു 35 രൂപയാണെന്ന് തോന്നുന്നു. കൊള്ളാം, ഭയങ്കര കാമായിട്ടുള്ളൊരു സ്ഥലം. ഇത് ഹുമയൂൺ ടോംബിൻ്റെ ഫ്രണ്ടിൽ കയറുന്നതിന് മുന്നേ ഉള്ളതാണ്, അതിന് മുന്നേ ഉള്ളൊരു സ്ഥലമാണ്. ഞാൻ പറഞ്ഞില്ലേ, ഒരു വൈറ്റ് കളർ ചുരിദാറൊക്കെ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി സെറ്റായിരുന്നതിന്. എന്ത് ചെയ്യാൻ, കിടിലം. നമുക്ക് മെയിനായിട്ട് നമ്മൾ കാണാൻ വേണ്ടി പോണത് ഹുമയൂൺ ടോംബാണ്. അവിടെ നമുക്ക് പോവാം. അതിന് മുന്നേ നമ്മൾ കണ്ടപ്പോൾ ജസ്റ്റ് കയറിയെന്നേ ഉള്ളൂ ഈ സ്ഥലം. തൊട്ട് ട്രൈപ്പോഡ് കയറ്റി വിട്ടില്ല, പിന്നെ ചോക്ലേറ്റ്സ് ഒന്നും കയറ്റി വിട്ടില്ല. എല്ലാം മാറ്റിയിട്ട് ഇവിടെ ക്ലോക്ക് റൂമിനകത്ത് വെച്ച്, ഇവിടെ ഇതിനകത്ത് കൂടി വന്നിട്ട് ഒരു വെള്ള ചുരിദാർക്കായിട്ട് അങ്ങോട്ട് ഓടാണ്. അതാണ് കിടിലം. ഇവിടെ നമുക്ക് ഹായ് ഹായ് ഹായ്. കേരളത്തിൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ മഴയായിരിക്കും ഗൈസ്. ഇവിടെ ഭയങ്കര പൊട്ട വെയിലാണ് ഗൈസ്, മുടിഞ്ഞ വെയിൽ. नींद का सौदा करे, एक ख्वाब दे, एक ख्वाब ले,
അമ്മാ കുറേ നടക്കാനുണ്ട് ഗൈസ്. ഞാൻ വിചാരിച്ചു ഒരു കവാടം കഴിഞ്ഞാൽ ഉടനെ ഇവിടെ കയറുമായിരിക്കും. എവിടെ നിന്ന് ഒരു കവാടം കഴിഞ്ഞ്, രണ്ടാമത്തെ കവാടം കഴിഞ്ഞ്, മൂന്നാമത്തെ ഒരു കവാടം കാണുന്നു. ഇനിയും ഉണ്ടോ ഇത് നടക്കായി ഇപ്പോൾ ഒരു വെയിലത്ത്. പക്ഷെ കൊള്ളാം, സൂപ്പർ, നല്ല വൈബായിരിക്കും അകത്ത്, നല്ല എസ്തെറ്റിക് ലുക്കായിരിക്കും അകത്ത്. नींद का सौदा करे एक ख्वाब दे एक ख्वाब ले एक ख्वाब तो आँखों में एक കണ്ടതാണ് ഇഷാ ഖാൻസ് ടോംബ് ആണ് കഴിച്ചത്. ടോംബ് ഗാർഡൻ്റെ അകത്തുള്ളതായിരിക്കും ഇതെല്ലാം. മയോണ്ടോമൻ്റെ ഇതൊക്കെയാണ് ഗൈസ്. വന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് ഇതാണ് കണ്ടത്. അതിനുശേഷം ഇങ്ങനെ നടന്നു വന്നു. ഇവിടെ ഒരെണ്ണം ഉണ്ടായിരുന്നത് ഞാൻ കണ്ടില്ല, അത് പോണ വഴിക്ക് കാണാം. രണ്ടാമത്തത് ഇതാണ് മെയിൻ സാധനം. एक ख्वाब दे एक ख्वाब ले एक ख्वाब तो आँखों में ഗൈസ് നമ്മളിപ്പോൾ ഹുമയൂൺ ടൂമ്പിലാണ് വെക്കുന്നത്. ഗൈസ് കാണുന്നുണ്ടോ? എൻ്റെ ബാക്കിൽ കാണുന്ന ഹുമയൂൺ ടൂം പപ്പ ക്ലീൻ ചെയ്യുന്നുണ്ട് ഗൈസ്. ഇവിടെ നമ്മൾ ഹുമയൂൺ ടൂമ്പിലെത്തി. മുടിഞ്ഞ വെയിൽ, ഭയങ്കര വെയിൽ. ആൾക്കാരൊക്കെ മുകളിലൊക്കെ നിൽക്കുന്നുണ്ട്. പക്ഷെ എൻ്റെ ട്രൈപ്പോഡും കൂടെ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ഇന്നൊരു വിലസേനായിരുന്നു. പക്ഷെ എനിക്ക് ആരുമില്ല ഫോട്ടോ എടുത്ത് തരാനൊന്നിനും. പിന്നെ എൻ്റെ കോസ്റ്റ്യൂം ഇതായിട്ട് മാച്ച് ആവൂല, അത് വേറെ കാര്യം. എന്നാലും ഒരു ഫോട്ടോ നമുക്ക് ഇങ്ങനെ വെച്ചെങ്കിലും പോവാം. एक ख्वाब ले एक ख्वाब तो आँखों में കണ്ടോ ഗൈസ്, സ്റ്റെപ്പ് കാണുന്നുണ്ടോ? ഈ സ്റ്റെപ്പ് നമ്മളിനി കയറും. മേഖലയിൽ എന്താണെന്ന് നോക്കാം ഉള്ളത്. एक चाँद के तकिए तले कितने दिनों से ये आसमां भी ഈ ഹുമയൂൺ ടോംബിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു മുഗൾ ആർക്കിടെക്ചർ ബേസ്ഡ് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഇതിനകത്ത് റെഡ് സ്റ്റോണും അതുപോലെ തന്നെ വൈറ്റ് മാർബിൾ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. കാണാൻ വേണ്ടി പറ്റുന്നുണ്ടോ? ഇത് ഇവിടെ ഒരു കാംഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറാണ് എപ്പോഴും. ഫ്രണ്ടിലായിട്ട് തന്നെ കുറച്ച് ഗാർഡൻസ് ഒക്കെ ഉണ്ട്. അപ്പം അങ്ങനെയാണ് ഹുമയൂൺ ടോംബ്. ഇത് റെഡ് സാൻഡ് സ്റ്റോണും വൈറ്റ് മാർബിളും കൊണ്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ മുഗൾ ചക്രവർത്തിയായിട്ടുള്ള ഹുമയൂണിനെ അടക്കം ചെയ്തിട്ടുള്ളതെന്നാണ് പറയുന്നത്, ടോംബെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ പറയുന്നുണ്ട് ഈ ഹുമയൂൺ ടോംബ് വെച്ച് കണ്ടിട്ടാണ് താജ്മഹൽ പണിതെന്നും പറയുന്നുണ്ട്. അങ്ങനെ ഒരു കേട്ടുകേൾവിയുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ ആ യുനെസ്കോ അംഗീകാരം കിട്ടിയിട്ടുള്ള ഹെറിറ്റേജ് സൈറ്റിലാണ് നിൽക്കുന്നത്. आँखों में एक चाँद के तकिए तले कितने दिनों से ये आसमां भी सोया नहीं है. ഗൈസ് ഞാനങ്ങനെ ഡൽഹിയിലെത്തിയിരിക്കുന്നു ഗൈസ്. ഡൽഹിയിൽ രാവിലെ 6:25 ആയപ്പോൾ ട്രെയിൻ ഇറങ്ങിയതിന് ശേഷം 2 ദിവസം നമ്മൾ അതിനകത്തായിരുന്നു ആ ട്രെയിനിൽ. കുഴപ്പമില്ല, കൊള്ളായിരുന്നു. ദിവസത്തെ ഒരു ട്രെയിനിന് ശേഷം ഇന്ന് രാവിലെ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിലാണ് ഇറങ്ങിയത്. അവിടെ നിന്ന് വെയിറ്റിംഗ് റൂമിലേക്ക് പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തതിന് ശേഷം ലഗേജ് ഉണ്ടായിരുന്നത് ക്ലോക്ക് റൂമിൽ ഏൽപ്പിച്ച്. അങ്ങനെ ക്ലോക്ക് റൂമിൽ ഏൽപ്പിച്ചതിന് ശേഷം പിന്നെ മെട്രോ തിരക്കി നടപ്പിലായിരുന്നു. ഒരു ലൂപ്പ് പോലെയാണ് മെട്രോ. പെട്ടെന്ന് വരുന്നു, ആൾക്കാർ ഇറങ്ങുന്നു, പെട്ടെന്ന് കയറുന്നു. അവിടെ നിന്ന് വേറൊരു സ്ഥലത്തോട്ട് പോകണമെങ്കിൽ കണക്ടിവിറ്റി ആയിട്ട് വേറെ യെല്ലോ ലൈൻ, വയലറ്റ് ലൈൻ എന്നൊക്കെ പറഞ്ഞിട്ട് അടുത്ത ഒരു ലൈന്. കൊള്ളാം, ഇഷ്ടപ്പെട്ടു എനിക്ക്. ഡൽഹിയുടെ മെട്രോ എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ ചുമ്മാ ആൾക്കാർ വന്നാലും അത്രയോ ആൾക്കാർ പിന്നെയും ആ ട്രെയിനിനകത്ത് തിങ്ങിയിരിക്കുന്നു. എന്നിട്ട് റോട്ടിലും നിറയെ വണ്ടിയും. പക്ഷെ കൊള്ളാം,
ഇവിടെ ഞാൻ ഇപ്പോൾ ഹ്യൂമൻ ട്യൂബിലല്ലേ ഇരിക്കുന്നത്. ടോംബ് കൊള്ളാം, എല്ലാം കൊള്ളാം. ഇനി എനിക്ക് നേരെ ഇന്ത്യ ഗേറ്റിൽ പോകണമെന്നുണ്ട്. ഇന്ത്യ ഗേറ്റിൽ പോയിട്ട് ഞാൻ ഒന്നും കഴിച്ചില്ല ഇതുവരെ, അതാണെന്ന് തോന്നുന്നു തളർച്ച ഭയങ്കര. ഇന്ത്യ ഗേറ്റിൽ പോകണം. ഇന്ത്യ ഗേറ്റിൽ നിന്ന് പോയി നമുക്ക് വല്ലതും കഴിക്കാം. കഴിച്ചിട്ട് എല്ലാം കറങ്ങി നേരെ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് അവിടെ നിന്ന് ക്ലോക്ക് റൂമിൽ നിന്ന് ബാഗും എടുത്ത് കാശ്മീർ ഗേറ്റിലോട്ട് പോകണം. എനിക്ക് 8 മണിക്ക് കാശ്മീർ ഗേറ്റിൽ ഇരുന്നാൽ മതി. പക്ഷെ അത്രയും സമയം വരെ ഞാൻ എന്ത് ചെയ്യും എന്ന് ഓർത്തിട്ടാണ് ഞാൻ വിചാരിച്ച് ഡൽഹിയിൽ കുറച്ച് സ്ഥലങ്ങൾ ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നേരെ നമ്മുടെ ChatGPT തന്നെ ചോദിക്കുന്നത്. അപ്പം ആൾ ഉള്ളതുകൊണ്ട് കൊള്ളാം, അപ്പോൾ ആൻസർ പറഞ്ഞു തരുന്നുണ്ടല്ലോ. അങ്ങനെ ആളോട് ചോദിച്ചാണ് ഞാൻ പോണത്. ഒന്നാമത്തെ കാര്യം ലാംഗ്വേജ് അറിഞ്ഞൂടാ. നമ്മളെന്തായാലും സർവൈവ് ചെയ്യും ഗൈസ്. വായുണ്ടല്ലോ ചോദിച്ചപ്പോൾ. ഇനിയിപ്പോൾ ഞാൻ ഹുമയൂൺ ടോംബ് വരെ എത്തിയില്ലേ, ഇനി ഞാൻ പോകും. ചോദിച്ച് പോകും. ഡൽഹി മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിയതിന് ശേഷം ഇവിടെ ഹുമയൂൺ ടോംബ് വരെ ഊബറിൽ ഒരു 61-65 രൂപ കാണിച്ച്. അപ്പോൾ ഞാൻ ഇറങ്ങിയിട്ട് ഉടനെ ഒരു റിക്ഷ എടുത്ത് ചോദിച്ചു ഹുമയൂൺ ടോംബ് പോകുന്നു. അയാൾ പറഞ്ഞു പോകും. പിന്നെ ഉച്ചയ്ക്ക് തന്നെ. അപ്പോൾ അയാൾ പറഞ്ഞു 80. അപ്പോൾ ഞാൻ പറഞ്ഞു ഓ നോ താങ്ക്സ് എന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങി. അപ്പോൾ അയാൾ പറഞ്ഞ് പൈസ എത്ര വേണമെന്ന് പറയാനോ? ഞാൻ പറഞ്ഞ് 50. അപ്പോൾ അയാൾ 60. ഹിന്ദിയിലല്ല ഇംഗ്ലീഷിൽ 60. അപ്പം ഞാൻ ഊബറിൽ 65 കാണിച്ചത്, 60 രൂപയ്ക്ക് കുഴപ്പമില്ല പോവാം എന്ന് പറഞ്ഞ് ഞാൻ എന്ത് ചെയ്തു, വന്നു. ഒരു ഇങ്ങനെ വളഞ്ഞ് ഇങ്ങോട്ട് നിന്നു. ഒരു രണ്ട് ഒന്ന് ഉണ്ടായിരുന്നു ഒന്നറിഞ്ഞൂടെ, 2 വളവ് വളഞ്ഞതായി ഇവിടെ എത്തി. തീർന്നു, പെട്ടെന്ന് എത്തി. ഇത് ഹുമയൂൻ്റെ വൈഫാണ് ഇത് ബിൽഡ് ചെയ്തതെന്നാണ് പറയുന്നത് 1500-ൽ. ഇതിൻ്റെ ഏത് സൈഡിൽ നിന്ന് നോക്കിയാലും സത്യം, ഇതിൻ്റെ ഏത് സൈഡിൽ നിന്ന് നോക്കിയാലും ഇതിന് ഒരേ ലുക്കേ ഉള്ളൂ. ഇതുപോലത്തെ ഒരു പടിയാണ് ഞാൻ നേരത്തെ അവിടെയും കണ്ടത്. ഏത് സൈഡിൽ നോക്കിയാലും ഇതേ സെയിം ഇത് തന്നെ. ഇതുണ്ടോ, ഇതല്ലേ നമ്മൾ നേരത്തെ കണ്ടത് അവിടെ നിന്ന് വന്നത്. സെയിം കൊള്ളാം, പീസ്ഫുൾ ആയിട്ടുള്ള. ഡൽഹി എന്ന് പറയുമ്പോൾ എപ്പോഴും ഭയങ്കര സൗണ്ടൊക്കെ ഉള്ള ഒരു ഡൽഹിയല്ലേ. അവിടെ നിന്നൊക്കെ ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഭയങ്കര ഇങ്ങനെ പക്ഷികളുടെ ശബ്ദം ഒക്കെയുള്ള, പ്രാവിൻ്റെ ശബ്ദം, പിന്നെ എന്താണ് കുരുവികളുടെ ശബ്ദമൊക്കെ ഉള്ള ഒരു, കാക്കകളുടെ ശബ്ദമൊക്കെ ഉള്ളൊരു കാംഫുള്ളായിട്ടുള്ളൊരു പ്ലേസാണ് ഹുമയൂൺ ടോംബ്. വരുമ്പോൾ ഒരു കുപ്പി വെള്ളമോ ക്യാപ്പോ സൺഗ്ലാസോ ഒക്കെ വെച്ചിട്ട് വരുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ പൊരിഞ്ഞ വെയിൽ കൊള്ളാം. വരുവാണെങ്കിൽ വൈകുന്നേരമോ അത് രാവിലെയോ വരണം, എന്നാൽ കൊള്ളായിരിക്കും. ഒരു ട്രൈപ്പോഡൊന്ന് കയറ്റി വിട്ടിരുന്നെങ്കിൽ ഞാൻ ആ ട്രൈപ്പോഡ് അവിടെ വെച്ച് അങ്ങോട്ട് നടന്ന് ഇങ്ങോട്ട് നടന്നൊരു എസ്തെറ്റിക്കുള്ളൊരു വീഡിയോ ഉണ്ടാക്കില്ലായിരുന്നു. പക്ഷെ എൻ്റെ പൊന്നേ, നിങ്ങൾക്ക് കാണുന്നുണ്ടോ ഗൈസ്? ഹുമയൂൺ ടോംബ് ഇതാണ് എൻട്രൻസ്. ഓ പ്ലീസ് സ്റ്റേ അവേ ഫ്രം ദ റെയിലിംഗ്. ഈ ചെയ്തിരിക്കുന്നതിൻ്റെ ഫ്രണ്ടിൽ മാറി നിൽക്കണമെന്നാണ് ഉദ്ദേശിച്ചത്. ഞാൻ വന്നപ്പോൾ ഇവിടെ കുറേ ആൾക്കാരുണ്ടായിരുന്നല്ലോ, അപ്പോൾ എല്ലാവരും പോയോ? ഒരു 4 ചുറ്റും നമ്മൾ കണ്ടു കഴിഞ്ഞു. നമ്മൾ വന്ന സമയത്ത് കണ്ട ടോംബാണത് ഫസ്റ്റ് കണ്ടത്. ഇല്ല, ഇത് വേറെ ടോംബാണ് ഗൈസ്. ഇത് അടുത്ത ഒരു ടോംബ് കാണുന്നുണ്ടോ ഗൈസ്? ഇനി അതാണോ ഹുമയൂൺ ടോംബ് എന്ന് അറിഞ്ഞൂടാ. എൻട്രി ഉണ്ടോ എന്തോ അകത്ത് നോക്കാം നമുക്ക്. കയറ്റിയില്ലെങ്കിൽ എൻട്രി ഇല്ല. ഇവിടെ ആയിട്ട് കുറേ ടോംബുണ്ട് ഗൈസ്, നമുക്ക് നോക്കാം. ഇത് വേറൊരു ടോംബ്, അതിനകത്തോട്ടൊക്കെ കയറാം. ഹായ്, അറബിലാണ് എഴുതിയിരിക്കുന്നത്, അതുകൊണ്ട് എനിക്ക് മനസ്സിലാവുന്നില്ല ആരുടെയാണെന്ന്. ഇവിടെ നിന്ന് വേറൊരു റൂം അങ്ങോട്ട്. ഓ അതിനകത്തും ഉണ്ട്. മൊത്തത്തിലുള്ള കഥ പഠിക്കണം. പഠിച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇതിനകത്ത് 2 എണ്ണം ഉണ്ട്. വൈറ്റ് മാർബിൾ കൊണ്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത്, കണ്ട. ഇതിനകത്തും ഉണ്ട് 2 എണ്ണം. 2 അല്ല, ഇവിടെ കുറേ ഉണ്ട്, 3 എണ്ണം ഉണ്ട്.
ഇങ്ങനെ വരുമ്പോൾ ഇതിനകത്തുണ്ട് ഗൈസ് രണ്ടെണ്ണം തന്നെയാണോ എന്തോ നോക്കാം. രണ്ടെണ്ണം കണ്ടോ. ഇവിടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള സ്ഥലവും കൂടിയാണ് ഗൈസ് ഇത് ഒരു പേർഷ്യൻ മാതൃകയിൽ നിർമ്മിച്ച ആദ്യത്തെ പൂന്തോട്ടങ്ങളോട് കൂടിയിട്ടുള്ളൊരു ശവകുടീരമാണ്. ഇത് ഹുമയൂണിൻ്റെ ഭാര്യ നിർമ്മിച്ച ശവകുടീരമാണ്, ഹുമയൂണിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട്. അത് അടച്ചിരിക്കുന്നു. ഇനി നമ്മൾ എങ്ങനെ പുറത്തു പോകും? ഇതെന്താ അടച്ചത്? ഒന്നും പിടികിട്ടുന്നില്ലല്ലോ. അടച്ചിരിക്കുന്നു ഗൈസ്. ഞാൻ ആരോട് ചോദിക്കാൻ? ഇതെന്താ അടച്ചിരിക്കുന്ന? അല്ലെങ്കിൽ കയറ്റിവിട്ട എന്നെ തിരിച്ചിറക്കി വിടണമെന്നുള്ള മര്യാദ ഇല്ല ഇവർക്ക്. മാതാവേ. എക്സ്ക്യൂസ് മീ, ബാഹർ ജാനാ ഹേ. ഓക്കെ ഗൈസ്, പാനിക്കാൻ വേണ്ട ആവശ്യമില്ല. എൻട്രി ഈ ഇതെന്ന് മാത്രമേ കാണുള്ളൂ. ബാഹർ അവിടെയാണ്. ബാഹർ ജാനാ ഹേ. ദോ അവിടെ നിന്ന് കാണിച്ചു തന്നു. ഓക്കെ ഗൈസ്, ഞാൻ ആ വശത്തോട്ട് പോകട്ടെ. അപ്പോൾ ഇത്രയും നടന്നെൻ്റെ നേരത്തെ പറഞ്ഞുകൂടായിരുന്ന, നേരത്തെ ഞാൻ അവിടെ ഇരിക്കുമായിരുന്നു. അതൊന്നും എന്നെ അങ്ങ് പോയായിരുന്നു. ഇത് ഇന്ന് വരെ നടന്നു വന്ന് ഇത്ര വെയിലും കൊണ്ട് പിന്നെ कितने दिनों से ये आसमां भी सोया नहीं है, इसको सुला दे. बूंद हल्की हल्की, बूंद हल्की हल्की. എനിക്കൊരു കാര്യം പറയാനുണ്ട്. അവരെന്നെ ഇറക്കി വിടാത്തതല്ല, എനിക്ക് വഴിമാറിപ്പോയതാണ്. കാരണം എല്ലാം ഒന്നുപോലെ ഇരിക്കുന്നു. അപ്പം പിന്നെ എങ്ങനെ മനസ്സിലാവും? ഇനിയിപ്പം അങ്ങനെ പറയാമല്ലോ. കാരണം ഇതേപോലെ തന്നെ അപ്പുറത്ത് വരുന്നു. മുമ്പ് കുഴപ്പിച്ചളയും കേട്ടോ. ഞാൻ അതിലെ വഴി ഇറങ്ങിയതാണെന്ന് പറഞ്ഞാൽ ഞാൻ അതിലെ വഴി പോയിട്ട് ഡോറ് തുറക്കുമ്പോൾ ചോദിച്ചു, വഴി കാണുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് പറഞ്ഞത് അവിടെ എന്നു. മൈ ഗോഡ്, എനിക്ക് വഴി തെറ്റി ഗൈസ്, എനിക്ക് വഴി തെറ്റി. എല്ലാം ഒന്നുപോലെ ഇരിക്കുന്നു, എല്ലാം ഒന്നുപോലെ ഇരിക്കുന്നു. അങ്ങനെയാണ് തെറ്റിപ്പോയത്. എനിക്കങ്ങനെ വഴി തെറ്റാത്തതായിരുന്നു. പിന്നെ എല്ലാം ഒന്നുപോലെ ഇരിക്കുന്നത് കൊണ്ട് വഴി തെറ്റിപ്പോയെന്നേ ഉള്ളൂ. ഇതാണ് യഥാർത്ഥത്തിൽ നമ്മൾ വന്ന എക്സിറ്റ്. കണ്ട, ഇതല്ലേ നമ്മൾ അവിടെയും കണ്ടത്. കണ്ട, എന്നെ കുറ്റം പറയേണ്ട കാര്യമില്ല. എല്ലാം ഒന്നുപോലെ ഇരിക്കുന്നു. ഡ്രിങ്കിങ് വാട്ടറും ടോയ്ലറ്റും ഒന്നും എഴുതിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് അങ്ങോട്ട് പോകാം. നമ്മളവിടെ നിന്ന് പോകണു ഗൈസ്. നല്ല വൃത്തിയുള്ള ടോയ്ലറ്റും നല്ല തണുത്ത വെള്ളവും ചാർജിങ് ചെയ്യാനുള്ള സ്ഥലങ്ങളെല്ലാം ഉണ്ട് ഇവിടെ. പിന്നെ നമ്മൾ നേരെ ഇന്ത്യ ഗേറ്റിൽ പോകണം. ഇന്ത്യ ഗേറ്റിൽ പോയിട്ട് അവിടെ കുടുംബശ്രീയുടെ ഒരു കഫേ ഉണ്ടെന്ന് പറയുന്നതായിട്ട് പോയി വല്ലതും കഴിക്കാം. വിശക്കുന്നു, രാവിലെ മുതലൊന്നും കഴിച്ചില്ല. അപ്പോൾ നമുക്ക് ആ കാഴ്ചകളിലേക്ക് പോകാം ഗൈസ്.